ഹേ ഗൈസ്, ഗൂഗിൾ ക്ലൗഡിന്റെ ഈ ഒരു മേഴ്സി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ചെയ്തത്. അപ്പോൾ കുറെ ആൾക്കാരുടെ ഡൗട്ട് ചോദിച്ചായിരുന്നു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന്. സോ ഹിയർ ഇറ്റ് ഈസ് ഗൈസ്, ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. പിന്നെ ഡൗട്ട് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെലിസിറ്റേറ്റർ പ്രോഗ്രാമിന്റെ ഫോം ഫിൽ ആണല്ലോ, സ്ലോട്ട് ഫുൾ ആണല്ലോ എന്ന് വെച്ച്. ഈ ഫെലിസിറ്റേറ്റർ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ് അഥവാ ബാക്കിയുള്ള ആൾക്കാരെ സൈനപ്പ് ചെയ്തിട്ട് അവർ സൈനപ്പ് ചെയ്യുന്നതിന്റെ ഇതിൽ അതിൻ്റെ ഉള്ള ഒരു ലീഡർ ബോർഡ് ആ ഒരു സംഭവം ബേസ് ചെയ്തിട്ട് റിവാർഡ്സ് ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പോരാണ്ട് ഫെലിസിറ്റേറ്റർ പ്രോഗ്രാം വഴി സൈനപ്പ് ചെയ്യുന്ന ബാക്കി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൽ ബാച്ചസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ക്രെഡിറ്റ്സ് ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ള ആ ഒരു ആനുകൂല്യം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അർക്കേഡ് ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ട് ഫെലിസിറ്റേറ്റർ പ്രോഗ്രാമിനകത്ത് കയറണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് ഇതിനകത്ത് ആ ഒരു മെയിൽ വെച്ച് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് തൊട്ട് ഞാൻ കാണിച്ചു തരാം. സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഗൂഗിൾ ക്ലൗഡ് സ്കിൽ ബൂസ്റ്റിന്റെ ആർക്കേഡിന്റെ പേജ് ഇതാണ്. നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്ന ലിങ്ക്. ഈ ലിങ്കിൽ അഥവാ ഈ വെബ് പേജിനകത്ത് എത്തിയിട്ടുണ്ട്. ദ ആർക്കേഡ് ഗൂഗിൾ ക്ലൗഡ് എന്നൊക്കെ പറയുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ ടു ദ ആർക്കേഡ് ഇസ് നെസസറി ടു റിസീവ് ഇമ്പോർട്ടൻറ്റ് ഇമെയിൽസ്, അപ്ഡേറ്റ്സ് ആൻഡ് പെർക്സ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈ സംഭവത്തിലാണ് ഗൂഗിൾ ആർക്കേഡിൽ ഇത് ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. ഇതിനകത്ത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എന്താണോ ഇമെയിൽ അഡ്രസ്സ് അത് നിങ്ങളുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് ഞാൻ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതാണ്. എന്നിട്ട് ഈ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഈ ഒരു ബ്ലോക്ക് ഉണ്ടോ, ഈ ഒരു ബ്ലോക്ക് പോലെ പല ടൈപ്പ് ബ്ലോക്കുകൾ നിങ്ങൾക്ക് ഇവിടെ ഓരോരോ ബ്ലോക്കുകൾ കാണാൻ പറ്റും. ആ ഓരോരോ ബ്ലോക്കുകളുടെ ആക്സസ് ആർക്കേഡ് പോയിന്റ്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ട, ഈ ഒരു സംഭവം നിങ്ങൾ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് 100% ഡിസ്കൗണ്ട് വൗച്ചറും, അതായത് വേറെ സർട്ടിഫിക്കേഷൻസ് എടുക്കുമ്പോൾ 100% ഡിസ്കൗണ്ട് വൗച്ചേഴ്സും കിട്ടും. ഓരോ മാസത്തേക്കുള്ള സർട്ടിഫിക്കേഷൻ സോൺസ് ആണ് വരുന്നത്. അതപ്പോൾ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന 20 പ്ലേയേഴ്സ്, 2-3 പ്ലേയേഴ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വൗച്ചേഴ്സ് കൊടുക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു സംഭവത്തിനകത്ത് കയറുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ കാണിച്ചു തരാം. ഈ ഒരു സംഭവം കണ്ട, ലെവൽ 1, ലെവൽ 2, ലെവൽ 3യും കൂടി കാണേണ്ടതാണ്. ഓക്കെ, ലെവൽ 3 തന്നെ ഇതാക്കിയ ലെവൽ 3 എന്ന് പറഞ്ഞിട്ടുള്ള 3 സംഭവങ്ങളും കാണാൻ കഴിയും. വീക്ക്ലി ട്രിവിയ വരും. ഓരോ വീക്ക് അത് അവിടെ അൺലോക്ക് ആവുള്ളൂ. അത് സോ ഇത്ര ഉള്ള സംഭവം. ഇതാണ് മെയിൻ സംഭവങ്ങൾ. ഈ ആർക്കേഡ് ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന സംഭവങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. ഈ ഫെസിലിറ്റേറ്ററിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി റെഫറൽസ് റെഫറൽസ് വഴി ആ ഒരു റെഫറലിൻ്റെ ബേസിസിൽ നമുക്ക് റിവാർഡ്സ്, പെർക്സ്, ഹുഡീസ് സാധനങ്ങളൊക്കെ കിട്ടും. ഞാൻ ഓൾറെഡി ഗൂഗിളിൻ്റെ ആർക്കേഡിൻ്റെ ഫെസിലിറ്റേറ്റർ ആണ്. പക്ഷേ ഫെസിലിറ്റേറ്ററിൻ്റെ ഫോം വന്ന സമയത്ത് തത്തയുടെ കല്യാണമൊക്കെ ഏതാരം എനിക്ക് ആ ഫോം പുഷ് ചെയ്യാൻ പറ്റിയില്ല. സോ ഇപ്പോൾ റെഫറൽസ് അണ്ടറാണ്, ഫോം ക്ലോസ് ആയി. സോ അതാണ് ഞാൻ ആ ഫോമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറയാത്തത്. അതാണ് ആർക്കേഡ് ഫോർ ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ സംഭവം ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ശരിക്കും. വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അഡീഷണൽ ഇത് ചെയ്താൽ മതി. ഞാൻ പറയുന്ന സാധനം ഇതിനൊന്നും ബേസ്ഡ് അല്ല. ഈ 3 കാർഡ്സിനെ ബേസ്ഡ് ആയിട്ടല്ല ഞാൻ പറയണത്. ഞാൻ പറയുന്ന സംഭവം അഥവാ ഈ ഒരു ഗുഡീസ് കിട്ടാനുള്ള സാധനങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളല്ല. പിന്നെ നിങ്ങൾക്ക് പോയിന്റ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിം ബാഡ്ജ് ഒരു പോയിന്റ് ആണ്. 2 സ്കിൽ ബാഡ്ജ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്, അഥവാ സ്കിൽസിൻ്റെ സംഭവങ്ങൾ നമ്മുടെ ഗൂഗിൾ ക്ലൗഡിൻ്റെ അതിനകത്ത് ലൈക്ക് സ്കിൽ ബൂസ്റ്റ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിനകത്താണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിനകത്തുനിന്നുള്ള സ്കിൽ ബാഡ്ജസ് നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് 2 ബാഡ്ജസ് ഒരു പോയിന്റിന് ഈക്വൽ ആണ്. അപ്പോൾ സ്കിൽ ബൂസ്റ്റിനകത്ത് നിങ്ങൾ സ്കിൽ ബാഡ്ജസ് കംപ്ലീറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ബാഡ്ജസ് നിങ്ങളുടെ പോയിന്റ് കൗണ്ടർ അഥവാ പോയിന്റ് റിഡംഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റിഡീം ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഇത്രയും നാളും റിഡംഷൻ്റെ മെയിലും പോയിന്റ് അപ്ഡേറ്റ്സിൻ്റെ മെയിലും ഒന്നും വരാഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ ഗൂഗിൾ ക്ലൗഡ് ആർക്കേഡിൻ്റെ ഇവിടെ വന്നിട്ട് ഈ ഒരു മെയിൽ ഫില്ല് ചെയ്യാത്തത് കൊണ്ടായിരുന്നു. മെയിൽ ഫില്ല് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പോയിന്റ്സിനെ കുറിച്ചും നിങ്ങളുടെ പെർക്സിനെ കുറിച്ചും നിങ്ങളുടെ ഗുഡീസിനെ കുറിച്ച് റിഡീം ചെയ്യാനുള്ള ഡീറ്റെയിൽസും പ്രൈസ് കൗണ്ടർ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മെയിലിലേക്ക് ഇതായിട്ട് വരത്തുള്ളൂ, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ അത്രയാണ് മെയിനായിട്ട് വരുന്നത് ഇതിനകത്തുള്ള സംഭവങ്ങൾ. ബി എ പാർട്ട് ഓഫ് ഗൂഗിൾ ക്ലൗഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം. ഇതിനകത്ത് താഴെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കേടില്ലാണ്ട് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിക്ക് ഇത് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് വന്നിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. സോ ഇനിയിപ്പോൾ ഈ ഒരു ലാബ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു ഇതുമ്പോൾ ക്ലിക്ക് ചെയ്യുക, ഒരു ബാനറിൽ ക്ലിക്ക് ചെയ്യുക. ബാനറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈൻ ഇൻ ചെയ്യാനുണ്ട്. ഇത് ഈ ഒരു പ്രൊഫൈലിൽ ഗൂഗിൾ ക്ലൗഡിൻ്റെ ഇതിനകത്ത് ക്ലൗഡ് സ്കിൽ ബൂസ്റ്റിൻ്റെ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ അക്കൗണ്ട് ഓൾറെഡി ഒരു അക്കൗണ്ട് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ലൈക്ക് ക്ലൗഡ് സ്കിൽ ബൂസ്റ്റ് അക്കൗണ്ട് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ ക്ലൗഡ് സ്കിൽ ബൂസ്റ്റോ GDSC ഗൂഗിൾ ഡെവലപ്പർ സ്റ്റുഡൻറ്റ് ക്ലബ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സംഭവം അണ്ടറിൽ എന്തെങ്കിലുമൊക്കെ
ചെയ്യുന്നത് ഓൾറെഡി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് തന്നെ മതി നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചെയ്യാനും. പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട. അങ്ങനെ ഒരു അക്കൗണ്ട് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആണ് ആ ഒരു അക്കൗണ്ട്. സോ ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു അക്കൗണ്ട് വെച്ചിട്ട് ഇവിടെ സൈൻ ഇൻ ചെയ്യുകയാണ്. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ക്ലൗഡ് സ്കിൽ ബൂസ്റ്റിൻ്റെ ഒരു പ്രൊഫൈലിനകത്തേക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ കാണാം. ഇത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഈ ഫെസിലിറ്റേറ്റർ എന്ന്. ആ ഒരു ഫെസിലിറ്റേറ്ററിൻ്റെ പേർക്സ് ആയിട്ട് കിട്ടിയേക്കുന്നതാണ് ഈ ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ. ശേഷം നമുക്ക് ഈ ഒരു സംഭവത്തിനകത്ത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ക്രെഡിറ്റ്സിൻ്റെ എണ്ണം ആയിരിക്കും കാണിക്കണത്. ആൻഡ് പബ്ലിക് പ്രൊഫൈലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ലീഗാണത്. ഈ ലീഗ് എന്ന് പറയുന്ന സംഭവമൊക്കെ ഒരു ആവശ്യമില്ലാത്ത സാധനമാണ്. ലൈക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല അതിന്. ഞാൻ ഇതിന് മുന്നേ ചെയ്തേക്കുന്നതിൻ്റെ ബാഡ്ജസ് കാണാൻ കഴിയും. ഈ ബാഡ്ജസ് ഓരോ ബാഡ്ജിനും ഓരോ പോയിന്റ് വെച്ചാണ്. ചില ബാഡ്ജിന് 2 പോയിന്റുള്ള ബാഡ്ജിന്, ഈ ഹെൽത്ത് ടെക് എന്ന് പറഞ്ഞ ഈ ബാഡ്ജിനൊക്കെ 2 പോയിന്റുള്ള ബാഡ്ജാണ്. സോ ചില ബാഡ്ജസിൻ്റെ അവിടെ താഴെ ബാനറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പോയിന്റ് ഡീറ്റെയിൽസ് കാണിക്കും. സോ നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്ത് എങ്ങനെ നോക്കാം. ഈ ജോയിൻ ദിസ് ഗെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ആക്സസ് കോഡ് ചോദിക്കും. ആക്സസ് കോഡ് കിട്ടാനായിട്ട് നമ്മൾ ഏത് ട്രിവിയാണോ ഓപ്പൺ ചെയ്തത് ആ ഒരു ട്രിവിയുടെ മേളിലെ ആക്സസ് കോഡ് ഓൾറെഡി ഈ വെബ്സൈറ്റിനകത്ത് ഈസിലി ആക്സസിബിൾ ആയിട്ട് കിടപ്പുണ്ടാവും. അതൊന്ന് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. സംഭവം പേസ്റ്റ് ചെയ്തിട്ട് ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഈസിലി നിങ്ങൾക്ക് ആ ഒരു ചലഞ്ചിലേക്ക് എൻ്റർ ആയിട്ടുണ്ടാവും. ആൻഡ് യു ജോയിൻ ആർക്കേഡ് ട്രിവിയ ഓഗസ്റ്റ് വീക്ക് 1 എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട്. ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് മൊഡ്യൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് തുടങ്ങാം. ഇതെല്ലാ ലാബിനകത്തും എല്ലാ ചലഞ്ചിനകത്തും ഉണ്ടാവും. സ്റ്റാർട്ട് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിനകത്തുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് തുടങ്ങാം. ഞാൻ പെട്ടെന്ന് ഫില്ല് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, ഞാനിതിപ്പോൾ ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ യു നീഡ് ടു സ്പെൻഡ് എ മിനിമം ഓഫ് 5 minutes ഇൻ ദിസ് ക്വിസ് ടു മാർക്ക് ദിസ് ലാബ് ആസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സോ 5 മിനിറ്റ് നിങ്ങൾ ഈ സംഭവത്തിനകത്ത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മുടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എൻഡ് ലാബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്യാൻസൽ കൊടുക്കാം. ആൻഡ് ഒന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഒരു ലാബ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളെ ഇവിടെ കംപ്ലീറ്റഡ് കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് മോഡിൽ തുടങ്ങാം. എല്ലാ ലാബുകളും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സ്റ്റാർട്ട് ലാബ് ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് ലാബിൽ കയറിയ ശേഷം ക്ലൗഡ് സോഴ്സ് റെപ്പോസിറ്ററീസ് ക്വിക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സംഭവം നിങ്ങൾ ജസ്റ്റ് ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കാണിച്ചു തരാം. ലൈക്ക് ഇൻട്രസ്റ്റ് ഉള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും, ലൈക്ക് വായിച്ച് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ റൈറ്റ് ക്ലിക്ക് ചെയ്യും, സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യും. സെർച്ച് ഗൂഗിൾ ഫോർ ക്ലൗഡ് സോഴ്സ് റെപ്പോസിറ്ററീസ് ക്വിക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കും. അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് കാണാൻ കഴിയും യൂട്യൂബിൽ ഓൾറെഡി ആരെങ്കിലൊക്കെ വീഡിയോ ഇട്ടുണ്ടാവും. സോ ഫസ്റ്റത്തെ ആ ഒരു വീഡിയോനെ സെലക്ട് ചെയ്യാം നമുക്ക്. സോ വീഡിയോ ഫുള്ള് കാണണമെന്നില്ല. വീഡിയോക്കകത്ത് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നറിയാൻ പാടില്ലെന്നുണ്ടെങ്കിൽ, അഥവാ കോഡ് എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത്, കോഡ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ പാടില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വന്നതിനും കാണാൻ കഴിയും ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞുകൊണ്ട് സംഭവം കിടപ്പുണ്ടാകും മിക്കതിലും. അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനകത്ത് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നതിന് സിമിലർ ആയിട്ടുള്ള കോഡ് കിടപ്പുണ്ടാവും. അപ്പോൾ ഈ ഒരു സംഭവം കണ്ട ജി ക്ലൗഡ് സോഴ്സ് റെപ്പോസ് ക്രിയേറ്റ് റെപ്പോ ഡെമോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു സംഭവം അഥവാ ഈ ഒരു കോഡ്, ഇത് ഈ ഒരു സംഭവത്തിൻ്റെ മാത്രമായിട്ടുള്ള കോഡാണ്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ വേറെ വ്യത്യാസം വരും അതിനനുസരിച്ച്. അപ്പോൾ ആ ഒരു കോഡ് നിങ്ങൾ എവിടെയാണ് പേസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇവരുടെ ഈ വീഡിയോക്കകത്ത് തന്നെ അവർ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഐ അണ്ടർസ്റ്റാൻഡ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഹോം സ്ക്രീനിൽ വരെ, ഹോം സ്ക്രീനിൽ നമ്മൾ അഗ്രി ആൻഡ് കണ്ടിന്യൂ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലത്തെ സ്കീം തന്നെയാണ്. അതിനുശേഷം ഈ റൈറ്റ് മൂലക്കുള്ള ആക്ടിവേറ്റ് ക്ലൗഡ് ഷെൽ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഒരു ടെർമിനൽ, വിൻഡോസ് ടെർമിനൽ, നിങ്ങളെ ഈ ഹാക്കേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന സംഭവം ഒന്നും കണ്ടേക്കുന്ന ആ ഒരു സംഭവം ടെർമിനൽ എന്താണെന്ന് അറിയാൻ പാടാത്തവരുണ്ടെങ്കിൽ ആ ഒരു ടെർമിനലിനകത്ത് ഈ ഒരു കോഡ് കോപ്പി ചെയ്യുക. ചുമ്മാ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി പരിപാടി കഴിഞ്ഞു. ചിലതിൽ റീജിയൻ എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ടുണ്ടാകും. റീജിയൻ എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഈസിക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിനകത്ത് തന്നേക്കുന്ന ഡീറ്റെയിൽസിൽ, ഇവിടെ ഈ തന്നേക്കുന്ന ഡീറ്റെയിൽസിൽ എവിടെയെങ്കിലും നമ്മുടെ റീജിയൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാകും. അത് നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് Ctrl+F ക്ലിക്ക് ചെയ്യുക കീബോർഡിനകത്തുള്ള. ശേഷം REGI എന്ന് പറഞ്ഞ ഇതിപ്പോൾ റീജിയൻ ഒന്നും ഇല്ലാത്തതും കൊണ്ടാണ് ഇതിനകത്ത് വരാത്തത്. റീജിയൻ അഥവാ സോൺ എന്ന് പറഞ്ഞ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആ റീജിയൻ പെട്ടെന്ന് കണ്ടുപിടിച്ച് എത്താവുന്നതാണ്. സോ ആ ഒരു സംഭവം ഇത് ചെയ്യുക. ഇനിയിപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഓപ്പൺ ക്ലൗഡ് കൺസോൾ, അത് ഓപ്പൺ ഇൻ ലിങ്ക് ഇൻ ന്യൂ ഇൻകോഗ്നിറ്റോ വിൻഡോ യൂസ് ചെയ്യുക. നിങ്ങൾ മോസ്റ്റ്ലി ഇൻകോഗ്നിറ്റോ വിൻഡോ യൂസ് ചെയ്യുക. നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ആ ഒരു വിൻഡോയിൽ തന്നെ വർക്ക് ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും വീണ്ടും ആ ഒരു ക്രെഡൻഷ്യൽസ് എല്ലാം സേവ് ആയി കിടക്കും. പിന്നെ അത് മാറ്റിലും ഇതിലൊക്കെ
ചടങ്ങ് പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു യൂസർ നെയിം ഇത് ചെയ്യുക, കോപ്പി ചെയ്യുക. ഇവിടെ ഓൾറെഡി ചിലപ്പോൾ യൂസർ നെയിം ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായി ഉണ്ടാവും ഇപ്പോൾ വന്നിരിക്കുന്ന പോലെ. അല്ലാതെ യൂസർ നെയിം ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഈ വന്നിരിക്കുന്ന പാസ്വേഡ് അടിച്ചു കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ആൻഡ് ഈ ഒരു യൂസർ നെയിമും പാസ്വേഡ് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് നേരെ ഇതിനകത്തേക്ക് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനകത്തേക്ക് കയറാൻ പറ്റും. ആൻഡ് ഈ സംഭവമൊക്കെ തന്നെ നമ്മൾ നേരത്തെ കണ്ടത് നമ്മൾ തിരിച്ചതിൻ്റെ കൺസോൾ ഓപ്പൺ ആക്കുക. കൺസോൾ ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ ഒരു സംഭവം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വന്നിട്ടുണ്ടാവും. ആ ഒരു സംഭവം ലൈക്ക് ആ ഒരു കോഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ചെക്ക് മൈ പ്രോഗ്രസ് കൊടുക്കുക. ചെക്ക് മൈ പ്രോഗ്രസ് 3-4 ബട്ടൺസ് ഉണ്ടാവും അവിടെ ഇവിടേക്ക് ആയിട്ട്. സോ ആ ഒരു ചെക്ക് മൈ പ്രോഗ്രസും ഇതുപോലുള്ള സംഭവങ്ങൾ നിങ്ങൾ 2-3 ട്രൈ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാലും കുഴപ്പമില്ല. സംഭവം നോ ഇഷ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ആ ഒരു ക്ലൗഡ് ഷെൽ ഓപ്പൺ ആക്കിയതിന് ശേഷം ആ റെപ്പോസിറ്ററി അതുകൂടി ഒന്ന് ക്ലോൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് മാത്രമായിട്ട് ഒഴിവാക്കി എന്ന് പറയണ്ടല്ലോ. അപ്പോൾ ആ ഒരു സംഭവം ചെയ്യുക. ഈ ചെക്ക് മൈ പ്രോഗ്രസ് ഒക്കെ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ലാബ് ഫുള്ളി കംപ്ലീറ്റ് ആയോ ഇല്ലേ എന്ന് ഡൗട്ട് ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു ബാക്ക് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ റൈറ്റിലത്തെ ഇൻകോഗ്നിറ്റോ വിൻഡോയുടെ നമ്മുടെ ആവശ്യം കഴിഞ്ഞു, ക്ലോസ് ചെയ്ത് ലീവ് ചെയ്ത് കളയാം. നമ്മുടെ ലാബ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ആരോ രീതിയിൽ നിങ്ങൾക്ക് ആണെങ്കിൽ ഇവിടെ ഒരു ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു ലാബ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തിരിച്ച് ഈ ലാബിനകത്തേക്ക് വരാം. എൻഡ് ലാബ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം, ലാബ് എൻഡ് ചെയ്യാം. ആൻഡ് ഈസി ഗൈസ്, ആ ഒരു സംഭവം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഈ ഒരു സംഭവത്തിനകത്ത് തിരിച്ച് ബാക്കിലേക്ക് പോവാം. ഇതുപോലെ ഈ ഒരു 4 ലാബ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബാഡ്ജ്, ഈ കാണുന്ന ആർക്കേഡ് ട്രിവിയ ഓഗസ്റ്റ് വീക്ക് 1 എന്ന് പറഞ്ഞ ഈ ഒരു ബാഡ്ജ് നിങ്ങൾക്ക് ഏൺ ചെയ്യാം. ഇങ്ങനെ ഓരോ ബാഡ്ജസ് ഏൺ ചെയ്യുന്നതനുസരിച്ചാണ് നിങ്ങൾക്ക് ലൈക്ക് ആക്ച്വൽ പ്രൈസ് റിഡംഷൻ വരുന്നത്. സോ വലിയ പണിയൊന്നുമില്ല. ഇങ്ങനത്തെ ഈ കോഡുകൾ കിട്ടും. ഒരുമാതിരിപ്പെട്ട എല്ലാ ലാബുകൾക്കും ഇങ്ങനത്തെ കോഡുകൾ കിട്ടും. ആ ഒരു കോഡ് ചുമ്മാ കോപ്പി പേസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലൊക്കെ തിരിഞ്ഞ് വന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് സെറ്റായി കിട്ടിയിട്ടുണ്ടാവും. സോ അത്രയുള്ള കേസ് നിങ്ങൾക്ക് ഡൗട്ടെല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിനകത്ത് വരാം. മാക്സിമം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ, എന്നാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫുള്ള് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ചെക്കൗട്ട് ചെയ്തോ കേസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. ചാനൽ സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Anything you want, anything you need. Your mind's got the key ingredient, it's belief. They'll see with the negativity, but I just slide right by that energy.